ജൂലൈ 29 എല്ലാ വർഷവും അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്നു. തദ്ദേശീയ ജനതയുടെയും പ്രാദേശിക സമൂഹങ്ങളുടെയും ഹൃദയത്തിൽ കടുവകളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നതാണ് 2025 അന്താരാഷ്ട്ര കടുവാ ദിനത്തിന്റെ പ്രമേയം. 2010 റഷ്യയിൽ നടന്ന സെന്റ് പീറ്റേഴ്സ്ബർഗ് ടൈഗർ സമ്മിറ്റിലാണ് അന്താരാഷ്ട്ര കടുവാ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. ഇന്ന് കടുവകൾ വംശനാശം നേരിടുന്ന ജീവികളിൽ ഒന്നാണ്. ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ കടുവകളെ കണ്ടുവരുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. വംശനാശ ഭീഷണി അഭിമുഖീകരിച്ച ബംഗാൾ കടുവകളെ 1972 ഇന്ത്യയുടെ ദേശീയ മൃഗമായി തിരഞ്ഞെടുത്തത്. കടുവകളെ വംശനാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി 1973 ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് ടൈഗർ. 1936 തുടങ്ങിയ ഹെയ്ലി നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ കടുവാ സംരക്ഷണാർത്ഥം സ്ഥാപിതമായ ആദ്യത്തെ ദേശീയോദ്യാനം. 1957 ഇതിന് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് പേര് നൽകി. ഇന്ത്യയിൽ നിലവിൽ 58 കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്. മധ്യപ്രദേശിലെ മാധവ് നാഷണൽ പാർക്കാണ് 58ാമത്തെ ടൈഗർ റിസർവ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത് മധ്യപ്രദേശിലാണ്. വിശാലമായ വനമേഖലയും ധാരാളം ഇരപിടിയൻ ഇനങ്ങളും കടുവകൾക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥയുമാണ് ഇവിടെ നൽകുന്നത്.